എല്ലാവർക്കും നമസ്കാരം. SSC CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയി അപ്ലൈ ചെയ്തോ. ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്, എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി കിട്ടുന്ന സമയം മാക്സിമം പഠിച്ച് CGL ടയർ 1 എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു ആത്മവിശ്വാസത്തിൽ തീർച്ചയായിട്ടും എക്സാമിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്, അതായത് പോർഷൻസ് ഏതൊക്കെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇത്തവണ CGL പരീക്ഷയിലെ സെക്ഷണൽ ടൈമിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. പർട്ടിക്കുലർ ടൈം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും GK വൈസ് ആയാലും നിങ്ങൾക്ക് 15 മിനിറ്റ്സ് വീതമായിരിക്കും എക്സാമിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ക്ലിയർ ചെയ്യേണ്ട കട്ട് ഓഫുകൾ പ്രത്യേകമായിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ കട്ട് ഓഫ് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ സെക്ഷണൽ വൈസ് കട്ട് ഓഫ് ഒന്നും വരുന്നില്ല. 100 ക്വസ്റ്റ്യൻസ് കാണും. 200 മാർക്കിന് 60 മിനിറ്റ് സമയമാണുള്ളത്. അതുകൊണ്ട് മാക്സിമം ടൈം മാനേജ്മെന്റ് ചെയ്ത് PYQs ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തവണ CGL എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തവണ നമ്മൾ എന്താണ് സിലബസ് വേസ് ആദ്യം നിങ്ങൾ തീർക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുവരെ നിങ്ങൾ പഠിച്ചത്, ഇത് ആദ്യമായിട്ട് CGL പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പോർഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾ CGL പരീക്ഷയിൽ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ മാക്സിമം സമയം എടുത്ത് പഠിക്കേണ്ട 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റീസണിങ്, മറ്റൊന്ന് മാത്സും തന്നെയാണ്. സമയമെടുത്ത് വർക്കൗട്ട് ചെയ്ത ഡെയിലി നിങ്ങൾ ഈ ഒരു 2 സബ്ജക്റ്റിന് വേണ്ടി ടൈം മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് ആദ്യം ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം ഒന്ന് നിങ്ങൾ ക്ലിയർ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ് കേട്ടോ. പെർസെൻറ്റേജ് നല്ലപോലെ പഠിക്കാം. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ്, ഇത്രയും പോർഷൻസ് ആദ്യം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മേഖലയാണ് ഇത്രയും പറഞ്ഞ ഒരു പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗം നോക്കുക, ഡിസ്കൗണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ്, ഇത്രയും ഭാഗങ്ങൾ നോക്കുക. ഇതിനുശേഷം എന്താണ്, നമ്പർ സിസ്റ്റംസ് നോക്കുക, LCM ആൻഡ് HCF, പിന്നെ ബാക്കിയുള്ള ഓർഡർ എന്താ, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, ഈ ഭാഗങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ആദ്യം നോക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം എന്തായാലും ഷോർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ് തുടങ്ങിയ ഭാഗങ്ങൾ. പിന്നെ അതുപോലെ LCM, HCF, നമ്പർ സിസ്റ്റം, ഇതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക തന്നെ വേണം. അതായത് പ്രീവിയസ് ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, അതായത് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടുള്ള മേഖലയാണ്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, ഇനി സമയം കുറവായതുകൊണ്ടാണ് പറയുന്നത്, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതും കൂടി നോക്കണം. ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാ മാത്സിന്റെ ക്വസ്റ്റ്യൻസും ഫുൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് അത്രയും കാലിബറുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാത്സിന്റെ പോർഷൻസ് ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി റീസണിങ്ങിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ പഠിക്കുക. കോഡിങ് ആൻഡ് ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻസ്, അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, സിലോഗിസം, അതായത് ഇത്രയും പോർഷൻസ് ഷുവർ ആയിട്ടും ചോദിക്കും. പ്രത്യേകിച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ നോക്കുക. പസിൽസ് എന്ന് പറയുന്നത്, ഒരു പസിൽ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. ഇത് ഒരു പസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്ന് പറയുന്നത്. സിലോഗിസം, ബ്ലഡ് റിലേഷൻ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, സിമിലാരിറ്റീസ്, അനലോഗീസ്. ഒരു കാര്യം പറയട്ടെ, ദിവസവും മാത്സിന്റെ ഒരു ചാപ്റ്റർ വെച്ചിട്ട് റീസണിങ്ങിന്റെ ഒരു ചാപ്റ്റർ വെച്ചിട്ട് തീർക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ട് ഒരു മാത്സിന്റെ ഫുൾ തീർക്കാൻ പറ്റില്ല. പറയുന്നതാണ്
ഒരു ദിവസം തീർച്ചയായിട്ടും ഒരു കുറച്ച് സമയം അധികം എടുത്തിട്ടാണെങ്കിലും ഒരു പോർഷൻസ് നല്ല രീതിയിൽ അതിന്റെ PYQs ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ലെവലിൽ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. റീസണിങ് അതുപോലെ ചെയ്ത് തന്നെ പഠിക്കുക. ഒരുപാട് PYQs നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ കോൺഫിഡന്റ് ആയിരിക്കും. ഷുവർ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീഡിംഗ് കോംപ്രിഹെൻഷൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് വരാം, ഗ്രാമർ പോർഷൻസ് വരാം. ഒരു വലിയൊരു പാസേജ് തന്നിട്ട് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ചിലപ്പോൾ എറർ സ്പോട്ട് ചെയ്യാൻ കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ടെൻസ് മാറ്റി കൊടുത്തിരിക്കും, ആ ഒരു ടെൻസ് കണ്ടുപിടിക്കാൻ കാണും, അല്ലെങ്കിൽ സ്പോട്ടിങ് എറർ കാണാൻ സാധ്യതയുണ്ട്. ആന്റണിംസ്, സിനണിംസ്, ഇഡിയംസ്, ആന്റണിംസ്, സിനണിംസ് ഇതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വരാം. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ നല്ല പോലെ നോക്കുക. സ്പോട്ടിങ് എറർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സിനോണിംസ്, ആന്റണിംസ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഒരു 5 സിനോണിംസ് അല്ലെങ്കിൽ ഒരു 10 സിനോണിംസ് നോക്കുക, ഒരു 10 ആന്റണിംസ് നോക്കുക, ഒരു 10 ഇഡിയംസ് നോക്കുക. ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്തു പോവുക. ഇതിന് വേണ്ടി നിങ്ങൾ മാക്സിമം ടൈം എന്ത് ചെയ്യേണ്ട, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഡിയംസ്, ആന്റണിംസ്, സിനണിംസ് വേണ്ടിയിട്ട് ഡെയിലി ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വായിച്ചാലും തലയിൽ കയറാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ, മീൻസ് കാഷ്വൽ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-10 സിനോണിംസ്, ആന്റണിംസ്, ഇഡിയംസ് വീതം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നോക്കാനായിട്ട് പറ്റും. അതിനുള്ള PDF-ഉം സൗകര്യങ്ങളും എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ എന്താണ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അത് ബാക്കി പറയുന്നതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ്. ഗ്രാമർ പോർഷൻസും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് തന്നെ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഒരു 10 സിനോണിംസ്, ആന്റണിംസ്, ഇഡിയംസ് വീതം നോക്കുക. അതിനുശേഷം റീഡിംഗ് കോംപ്രിഹെൻഷൻ നല്ലപോലെ നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, ടെൻസും നോക്കിയിട്ട് തന്നെ പോകണം. ടെൻസ് ഒക്കെ മീൻസ് ഗ്രാമർ പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി കറണ്ട് അഫയേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സ് നിങ്ങളൊരു 8 മന്ത്സ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഷുവർ ആയിട്ട് നോക്കണം കേട്ടോ. 8 മാസം വരെ വരുന്ന, അല്ലെങ്കിൽ ഏകദേശം 1 വർഷമാണ് പറയുന്നത്, അല്ല എങ്കിൽ 8 മാസം വരെ വരുന്ന കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് തന്നെ പോവുക. ഇനി നമ്മുടെ GKയുടെ കേസ് എടുക്കുമ്പോൾ, GKയിൽ നിങ്ങൾ ഹിസ്റ്ററി പോർഷൻസിൽ ഒരിക്കലും നിങ്ങൾ ഏഷ്യൻ ഹിസ്റ്ററിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാമെന്ന് വെച്ചാൽ പഠിക്കണം. പക്ഷെ ലാസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുക, നല്ല പോലെ മോഡേൺ ഹിസ്റ്ററി വായിക്കാം. അതിനുശേഷം നിങ്ങൾ മിഡീവിയൽ ഹിസ്റ്ററി നോക്കുക, അതിനുശേഷം ഏൻഷ്യൻ ഹിസ്റ്ററി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഹിസ്റ്ററിക്ക് ഒരുപാട് സമയം എടുത്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് എക്സാം ടൈമിന് നോക്കിയാലും മതി. മോഡേൺ ഹിസ്റ്ററി നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം മിഡീവിയൽ ഹിസ്റ്ററി നോക്കുക. അതായത് ഓരോരോ രാജാക്കന്മാരും അവർ കൊണ്ടുവന്ന പുതിയ ജസിയ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അത് ആരാണ് കൊണ്ടുവന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മുടെ എക്കണോമിക്സിന്റെ കേസ് എടുക്കുമ്പോൾ, എക്കണോമിക്സിൽ നോക്കേണ്ടത് പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻ നോക്കാതെ പോവരുത്. 5 ഇയർ പ്ലാന് എന്തായാലും പഠിക്കണം. ബഡ്ജറ്റ് പഠിക്കണം, 5 ഇയർ പ്ലാന്, ബഡ്ജറ്റ്, പിന്നെ നമ്മുടെ നീതി ആയോഗ്, 5 ഇയർ പ്ലാന്, ബഡ്ജറ്റ്, നീതി ആയോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം എക്കണോമിക്സിന്റെ പോർഷനിൽ നോക്കുമ്പോൾ. പിന്നെ സയൻസിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ 6 to 12 വരെ വരുന്ന, 6 to 12 ഗ്രേഡ് വരെ വരുന്ന NCERT-യുടെ അതായത് നമ്മുടെ NCERT ടെക്സ്റ്റിന്റെ 6 മുതൽ 12th വരെ, 6 to 12th വരുന്ന ടെക്സ്റ്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അഗാധമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കണം സയൻസ് പോർഷനിൽ നിന്ന്. ഇനി അടുത്തതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് അഫയേഴ്സിന്റെ കേസിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകൾ, പിന്നെ നമ്മളുടെ എന്താണ് റീസെന്റ് ആയിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും മിഷൻസുകൾ, പ്രോജക്റ്റുകൾ, നമ്മുടെ എന്താണ് നരേന്ദ്രമോദി അദ്ദേഹം എവിടെയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ, റീസെന്റ് ആയിട്ട് ഏതെങ്കിലും വിൻ ചെയ്ത പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കാനായിട്ട് ശ്രമിക്കണം. കറണ്ട് അഫയേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 8 മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഷുവർ ആയിട്ടും പഠിച്ചിട്ട് തന്നെ പോകണം. ഇനി സ്റ്റാറ്റിക് GKയുടെ കേസ് എടുക്കുമ്പോൾ ഫെസ്റ്റിവൽസും ഡാൻസും നോക്കണം. ഓരോ സ്റ്റേറ്റ് ബേസ്ഡ് വരുന്ന ഫെസ്റ്റിവൽസ്, ഡാൻസ്, ഇത് ഇമ്പോർട്ടൻസ് ആണ്. നേരത്തെ ഞാൻ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഇഡിയംസിന്റെ ഒക്കെ കേസ്, അതേപോലെ നിങ്ങൾ ഓരോ ദിവസം ഓരോ സ്റ്റേറ്റ് അങ്ങനെ പഠിച്ചാൽ മതി. ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിന്റെ ഡാൻസ് ഫോംസ്, ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവലുകൾ, ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അതാ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോർഷൻസ് വൈസ് പറയുവാണേ,
ശ്രദ്ധിച്ചോ. ജോഗ്രഫിയുടെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റിവർ സിസ്റ്റം നോക്കിയിട്ട് തന്നെ പോകണം. ഇന്ത്യൻ റിവർ സിസ്റ്റത്തിനകത്താണ് ഓരോരോ റിവർ സിസ്റ്റവും അതിന്റെ ഡാംസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഹിമാലയൻ റേഞ്ചസും പാസസും നോക്കിയിട്ട് പോണേ. ബയോസ്ഫിയർ റിസർവുകള്, നാഷണൽ പാർക്കുകൾ, ഇതും ഇമ്പോർട്ടൻസ് ആണ്. ബയോസ്ഫിയർ റിസർവുകള്, നാഷണൽ പാർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് പോകണം. പ്രധാനമായിട്ടും നോക്കേണ്ടതാണ് ഇറിഗേഷൻ, റിവർ സിസ്റ്റം, പിന്നെ നമ്മുടെ ഹിമാലയൻ റേഞ്ചസ്, പിന്നെ നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ നോക്കിയിട്ട് തന്നെ പോകണം. പിന്നെ എന്താ, സ്റ്റാറ്റിക് ജികെയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഫെസ്റ്റിവൽസും വരുന്നത്. ഫേമസ് ഹിസ്റ്റോറിക്കൽ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഓരോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡേയ്സ് എലോങ് വിത്ത് ദർ സ്പെസിഫിക് തീംസ് നോക്കിക്കോ. നമ്മുടെ ജൂൺ 5 പ്രത്യേകത എന്താണ്? നമ്മുടെ എൻവയോൺമെന്റ് ഡേ ആണ്. അതുപോലെ ഓരോരോ പ്രത്യേകതകൾ, ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ഇതുപോലുള്ള ഓരോ ദിവസത്തിനുള്ള തീമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഓരോ ദിവസവും അതിന്റെ പ്രത്യേകതകളും പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എക്കണോമിക്സിന്റെ കേസിലെ 5 ഇയർ പ്ലാൻസ് നോക്കണം. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻസ്, ഡിഫ്ലേഷൻസ്, പിന്നെ GDP, GNP, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി തുടങ്ങിയ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഈ ഒരു സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ഒരു ലിങ്കിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഈ സിലബസ് അതിനകത്ത് കാണും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട ആ ഒരു പോർഷൻസ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കാണും. 3 മാസമേ ഉള്ളൂ, 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഒരുപാട് പേര് നിങ്ങളോട് പറയും. പക്ഷെ പിൻവാങ്ങരുത്. സമയം എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 3 മാസം കൊണ്ടും CGL ക്രാക്ക് ചെയ്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ യൂട്യൂബിനകത്ത് മറ്റ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്തവരുടെയൊക്കെ കഥകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയാണ് ബുദ്ധി, നമ്മൾ ഉപയോഗിക്കും പോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തവണ CGL ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും.